കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ കൊല്ലത്തും വൈകാരിക രംഗങ്ങൾ. ഡിസിസി പ്രസിഡന്റ് ബിന്ദു കൃഷ്ണയ്ക്ക് സീറ്റ് നൽകണമെന്നാവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളി സ്ത്രീകളടക്കം രംഗത്തെത്തി. പ്രവർത്തകർക്ക് മുൻപിൽ ബിന്ദു കൃഷ്ണ വിതുമ്പിക്കരഞ്ഞു. മീൻ വെള്ളം ചുമക്കാനായിരുന്നാലും മീൻ പിടിക്കാനായിരുന്നാലും ഉണ്ടായിരുന്ന ഞങ്ങളുടെ ആവശ്യത്തിന് ഞങ്ങളുടെ കണ്ണീരൊപ്പാനുണ്ടായിരുന്ന ഭിത്തിയാണ്. ആ ഭിത്തിയെ കവിഞ്ഞ് ആരിവിടെ നിന്നിരുന്നാലും ഞങ്ങൾ വോട്ട് ചെയ്യത്തില്ലെന്നുള്ളത് കർശന നടപടിയായിട്ട് പറയാണ്. എന്റെ മോളെയാണ് കൊല്ലത്തിന് ആവശ്യം. കൊല്ലത്തിന്റെ സമരക്കാരിയായി ഞങ്ങൾക്ക് ഇവിടെ വേണം. ഇതിനെ ഞങ്ങൾക്ക് തന്നേ പറ്റൂ. ഇല്ലെങ്കിൽ ഞങ്ങൾ ആരും വോട്ട് ചെയ്യത്തില്ല. വോട്ട് ചെയ്യത്തില്ലെന്നല്ല, ഞങ്ങളില്ല ഒന്നാം പാട് രാജിവെക്കും ഇവരെ ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ. ഈ ബിന്ദു കൃഷ്ണനെ ഞങ്ങൾക്ക് തീരദേശത്തിന്റെ ഒരു പ്രതിനിധിയായി തന്നില്ലെങ്കിൽ, ഞങ്ങളുടെ സഹോദരിയായി തന്നില്ലെങ്കിൽ, ഞങ്ങളുടെ മോളായി തന്നില്ലെങ്കിൽ ഞങ്ങൾ ഇതിനൊന്നും പിന്നോട്ടല്ല, ഞങ്ങളെല്ലാം മുമ്പോട്ടാണ്. ഞങ്ങളുടെ ഈ മകളെ ഞങ്ങൾക്ക് കിട്ടിയാൽ പറ്റൂ. ഞാൻ മത്സ്യത്തൊഴിലാളിക്ക് കിട്ടിയാൽ പറ്റൂ. രണ്ട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റുമാരും മുഴുവൻ മണ്ഡലം പ്രസിഡന്റുമാരും രാജിവെച്ചു. ഞങ്ങൾക്ക് വേണ്ടി മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ജീവനെ പണയം വെച്ചും സിയുറ്റിക്കാരുടെ അടി കൊണ്ടിട്ടുള്ളത് കൊല്ല ആർബറിൽ ബിന്ദുകൃഷ്ണനേ ഉള്ളൂ. അന്നേരം അവര് ഞങ്ങളുടെ കൂടെ കാണണമെന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് സീറ്റ് കൊടുക്കണം. അല്ലെങ്കിൽ ആരെ നിർത്തിയാലും ഞങ്ങൾ പ്രവർത്തിക്കാൻ ഇറങ്ങത്തില്ല, വോട്ടിനും ഒന്നിനും ഇറങ്ങത്തില്ല, വോട്ടും ചെയ്യത്തില്ല. ഞങ്ങൾക്ക് ബിന്ദുകൃഷ്ണൻ നിന്നാൽ ഞങ്ങളുടെ ജീവൻ പണയം വെച്ച് ജയിപ്പിച്ചിരിക്കും. ഞങ്ങൾ ഊണും ഉറക്കമില്ലാതെ രായും പകലും കഷ്ടപ്പെട്ടിരിക്കും. രണ്ട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റുമാരും മുഴുവൻ മണ്ഡലം പ്രസിഡന്റുമാരും രാജിവെച്ചു. കുണ്ടറയിൽ മത്സരിക്കാൻ നേതൃത്വം ആവശ്യപ്പെട്ടെന്നും താൽപര്യമില്ലെന്ന് അറിയിച്ചതായും ബിന്ദു കൃഷ്ണ പറഞ്ഞു. കൊല്ലത്ത് മത്സരിക്കണമെന്നുള്ളതായിരുന്നു നിർദ്ദേശം വന്നിട്ടുള്ളത്. പിന്നീട് ഇന്നലെ എന്നോട് നേതൃത്വം കുണ്ടറയിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടോ, മത്സരിക്കുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എവിടെയായാലും ധർമ്മടത്തായാലും മത്സരിക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടുള്ള ആളല്ല. പക്ഷേ കൊല്ലത്തെ പാർട്ടി പ്രവർത്തകരുമായിട്ട് കഴിഞ്ഞ 4.5 വർഷക്കാലമായി ആത്മബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട്. പുനലൂർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് 3 ഡിസിസി ഭാരവാഹികളും കൊല്ലത്ത് രാജിവെച്ചിട്ടുണ്ട്. വി വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, തീരുമാനമാകാത്ത 10 സീറ്റുകളിലൊന്നായിരുന്നു കൊല്ലം. അവിടെ ബിന്ദുകൃഷ്ണയ്ക്ക് സാധ്യത മങ്ങുന്നത് കണ്ടാണ് വലിയ പ്രതിഷേധമുയരുന്നത്. ചുവരെഴുത്തുമുണ്ട്. എന്തൊക്കെയാണ് ഈ പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ? എന്താണ് നീക്കം? ബിന്ദുകൃഷ്ണയുടെ നിലപാടെന്താണ്? രേണുക, ബിന്ദു കൃഷ്ണയോട് നേതൃത്വം അനീതി കാട്ടുന്നു എന്ന ഒരു പൊതുവികാരമാണ് കൊല്ലത്ത് കോൺഗ്രസിനുള്ളിലുള്ളത്. അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് കൂട്ടരാജിയിൽ കലാശിച്ചതും. 2 ബ്ലോക്ക് പ്രസിഡന്റുമാർ, അതോടൊപ്പം തന്നെ മണ്ഡലം കമ്മിറ്റികളുടെ പ്രസിഡന്റുമാർ, 10 മണ്ഡലം കമ്മിറ്റിയാണുള്ളത്. ഇതിൽ 9 പേരും രാജിവെച്ചു. DCC ജനറൽ സെക്രട്ടറിമാരുണ്ട്. ഈ തരത്തിൽ കൂട്ടരാജി ഉണ്ടാകുന്നു. മറ്റ് മണ്ഡലങ്ങളിലും ഇതിൻ്റെ ഒരു പ്രതിഫലനമുണ്ട്. ഇരവിപുരത്തും പുനലൂരും DCC ഭാരവാഹികൾ ബിന്ദുകൃഷ്ണയ്ക്ക് സീറ്റ് നൽകാത്തതിൻ്റെ പേരിൽ പ്രതിഷേധിച്ച് ഭാരവാഹിത്വം രാജിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ബിന്ദുകൃഷ്ണയ്ക്ക് വേണ്ടിയുള്ള ചുവരെഴുത്തുകളും കൊല്ലത്ത് നടക്കുന്നുണ്ട്. പല കേന്ദ്രങ്ങളിലായി ബിന്ദുകൃഷ്ണയ്ക്ക് വേണ്ടിയുള്ള ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടു. PC വിഷ്ണുനാഥിന് ഈ സീറ്റ് നൽകും. ഉമ്മൻചാണ്ടി അതിനുവേണ്ടി കൃത്യമായ നീക്കങ്ങൾ നടക്കുന്നു. ബിന്ദുകൃഷ്ണയ്ക്ക് ഇവിടെ മത്സരിക്കാനുള്ള സാധ്യത മങ്ങി. ഈ ഒരു കാര്യം തിരിച്ചറിഞ്ഞ് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. 4.5 വർഷമായി ബിന്ദുകൃഷ്ണ DCC അധ്യക്ഷയായി തുടരുകയാണ്. സംഘടനാ സംവിധാനം മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി. കോൺഗ്രസ് നിർജീവാവസ്ഥയിലായിരുന്നു. അവിടെ നിന്ന് കാര്യമായ ഒരു മാറ്റം ഉണ്ടാക്കാൻ ബിന്ദുകൃഷ്ണയ്ക്ക് കഴിഞ്ഞു എന്ന് തന്നെയാണ് പൊതുവിൽ പ്രവർത്തകർ പറയുന്നത്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ബിന്ദുകൃഷ്ണയെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് ആവശ്യപ്പെട്ടുള്ള പ്രമേയത്തിൽ A ഗ്രൂപ്പിൻ്റെ പ്രതിനിധികളായ 2 പേർ കൂടി ഒപ്പുവെച്ചിട്ടുണ്ട്. A ഗ്രൂപ്പ് നേതാക്കളിൽ ഒരു വിഭാഗം ബിന്ദുകൃഷ്ണയെ പിന്തുണയ്ക്കുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. മത്സ്യത്തൊഴിലാളികളും ചുമട്ടുതൊഴിലാളികളും ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി ബിന്ദുകൃഷ്ണയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിനിടയിലാണ് ഏറെ വൈകാരികമായ നിമിഷത്തിൽ ബിന്ദുകൃഷ്ണയുടെ കണ്ണുകൾ നിറയുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഏതായിരുന്നാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരേണ്ടതുണ്ട്. ഈ ഘട്ടത്തിലും ബിന്ദുകൃഷ്ണയ്ക്ക് കൊല്ലം സീറ്റ് എന്നത് വിദൂരമായ ഒരു സ്വപ്നമാണ്. കാരണം കുണ്ടറയിൽ മത്സരിക്കാൻ കഴിയുമോ എന്ന് KPC നേതൃത്വം അല്ലെങ്കിൽ പാർട്ടിയിലെ ഉന്നത നേതാക്കൾ തന്നോട് കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു. കുണ്ടറയിൽ മത്സരിക്കാമായിരുന്നു, ധർമ്മടത്ത് വേണമെങ്കിലും മത്സരിക്കാൻ തയ്യാറാണ്, പക്ഷേ മുന്നൊരുക്കത്തിനുള്ള സമയം കിട്ടിയില്ല എന്ന ഒരു കാര്യമാണ് ബിന്ദുകൃഷ്ണ പറയുന്നത്. കൊല്ലം കേന്ദ്രീകരിച്ച് നേരത്തെ തന്നെ നേതാക്കൾ നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കൊല്ലം കേന്ദ്രീകരിച്ച് താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വോട്ട് ചേർക്കുന്നത്
അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയി. ഈ ഒരു സാഹചര്യത്തിൽ മണ്ഡലം മാറുന്നത് കഴിയില്ല. അങ്ങനെ മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. കൊല്ലമാണെങ്കിൽ മത്സരിക്കാം, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കും. ഇവിടെ ഏത് സ്ഥാനാർത്ഥിയാണോ വരുന്നത് ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്നാണ് ബിന്ദുകൃഷ്ണ പറയുന്നത്. ഏതായിരുന്നാലും പൊതുവിൽ ബിന്ദുകൃഷ്ണയ്ക്ക് അനുകൂലമായ ഒരു തരംഗമാണ് കൊല്ലത്ത് കോൺഗ്രസിനുള്ളിലുള്ളത്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം കണ്ണൂർ ഇരിക്കൂരിലും പ്രതിഷേധമാണ്. സോണി സെബാസ്റ്റ്യന് സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് ശ്രീകണ്ഠപുരത്ത് എ ഗ്രൂപ്പ് കോൺഗ്രസ് ഓഫീസ് ഉപരോധിച്ചു. ആലങ്കോട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ദേവസ്യ പാൽപ്പുറത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം. ശ്രീകണ്ഠാപുരം ടൗണിലും പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് നൂലിൽ കെട്ടി, അതായത് ജനബന്ധമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ ഇരിക്കൂറിന്റെ മണ്ണിലേക്ക് കെട്ടിയിറക്കുന്നു എന്ന ഒരു മെസ്സേജിന്റെ അടിസ്ഥാനത്തിലാണ് ഇരിക്കൂറിലെ ജനം ആഗ്രഹിക്കുന്ന വിരുദ്ധമായി, ഇരിക്കൂറിലെ കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്ന വിരുദ്ധമായി ഒരു സ്ഥാനാർത്ഥി വരുന്നു എന്ന സന്ദേശത്തിന് ബാക്കി പത്രമായി തിരുത്തണമെന്ന് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പാർട്ടിയോട് ആവശ്യപ്പെടുന്നതിനാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത്. ഞങ്ങളുടെ നേതാക്കന്മാർ മാത്രം, പാർട്ടിയുടെ ലീഡർഷിപ്പിലുള്ള, പാർട്ടിയുടെ ഉത്തരവാദിത്വമുള്ള ഭാരവാഹികൾ മാത്രം, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ, DCC ഭാരവാഹികൾ, മണ്ഡലം പ്രസിഡന്റുമാർ, അല്ലെങ്കിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ, അങ്ങനെയുള്ള ആളുകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടുള്ളത്. ഇതിവിടെ അവസാനിപ്പിക്കില്ല. ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥി ഇരിക്കൂറിന്റെ മണ്ണിൽ നിന്ന് ജയിച്ചു പോകണം എന്ന് താല്പര്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിന്. മനു ഭരത് അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. മനു, KC ജോസഫിന് ശേഷവും കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥികൾ എത്തുന്നതിനുള്ള വലിയ പ്രതിഷേധമാണ് അവിടെ ഉയരുന്നത്. സോണി സെബാസ്റ്റ്യന് വേണ്ടിയാണോ എല്ലാവരും പ്രതിഷേധ രംഗത്തുള്ളത്? എന്താണ് അവിടെ ഇപ്പോഴത്തെ സാഹചര്യം? ഉപരോധ സമരം അവസാനിച്ചോ? രേണുക, സമരം അവസാനിച്ചിട്ടില്ല. സമരം കൂടുതൽ ശക്തമായി നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവർ ഒരു രാപ്പകൽ സമരത്തിലേക്ക് നീങ്ങും. ശക്തമായ ഒരു പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ തോമസ് വക്കത്താനം നമ്മളോടൊപ്പമുണ്ട്. എന്ത് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധ സമരം നിങ്ങൾ സംഘടിപ്പിക്കുന്നത്? ഇത് കോൺഗ്രസ് പ്രവർത്തകരുടെ നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ്. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി മലയോരത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായ ഇരിക്കൂർ നിയോജകമണ്ഡലം കോൺഗ്രസ് A വിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ് MLA ആയിട്ട് അസംബ്ലിയിൽ പോയിട്ടുള്ളത്. 38 വർഷമായി MLA ആയിരുന്ന ശ്രീ KC ജോസഫ് കോൺഗ്രസ് A വിഭാഗത്തിൻ്റെ ലീഡറാണ്. അദ്ദേഹം ഇത്തവണ തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിന്നപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു പിൻഗാമി കോൺഗ്രസ് A വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു ലീഡർ സ്ഥാനാർത്ഥിയായി വരണം എന്ന് ഈ മേഖലയിലെ കോൺഗ്രസ്സുകാർ ആഗ്രഹിക്കുന്നു. അത് തികച്ചും ന്യായമാണ്. അതിന് വിരുദ്ധമായ രീതിയിൽ ഒരു സമീപനം വന്നപ്പോൾ ആണ് ഞങ്ങൾ അതിനെ എതിർക്കുന്നത്. സജീവ് ജോസഫിനോട് ഞങ്ങൾക്ക് വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അദ്ദേഹം KP സെക്രട്ടറിയാണ്, അദ്ദേഹം ഇതിന് യോഗ്യനാണ്. പക്ഷേ ഇരിക്കൂറിൽ ശ്രീ സോണി സെബാസ്റ്റ്യൻ സ്ഥാനാർത്ഥിയായി വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണോ പൊതുവികാരം? സോണി സെബാസ്റ്റ്യൻ വരണം, സ്ഥാനാർത്ഥിയായി വരണം, അതോ A ഗ്രൂപ്പിലെ മറ്റാരെങ്കിലും ആയാലും മതി എന്നാണോ? അല്ല, ഞങ്ങൾ ഈ സമരത്തിലൂടെ ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം, ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ ജനാഭിലാഷം അറിയുന്ന കോൺഗ്രസ് ഹൈക്കമാൻഡ്, കോൺഗ്രസ് നേതൃത്വം ജനഹിതം അറിഞ്ഞുകൊണ്ട് തന്നെ സോണി സെബാസ്റ്റ്യനെ ഇരിക്കൂർ നിയോജക മണ്ഡലത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ സാങ്കേതികമായി ഞങ്ങൾ മനസ്സിലാക്കുന്നത്, സാങ്കേതികമായി ഇനി ആ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയം ഔദ്യോഗികമായ പ്രഖ്യാപനം മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് ഞങ്ങൾ അറിയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് തന്നെ ഇത്തരമൊരു സമര പരിപാടിയുമായി, ഇത് കോൺഗ്രസിന്റെ നേതൃത്വത്തിനെതിരെയുള്ള സമരമല്ല, ഇതിപ്പോൾ ഞങ്ങളുടെ ഈ ധാർമ്മിക സമരം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഹൃദയാഭിലാഷമനുസരിച്ച് ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിന് വേണ്ട തീരുമാനം ഹൈക്കമാൻഡ് കൈക്കൊള്ളണം. അതിന് ഹൈക്കമാൻഡിനെ പ്രേരിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ സമര പരിപാടികളെ മുമ്പോട്ട് പോകുന്നത്. അതാണ് രേണുക, ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ സമരം കൂടുതൽ ശക്തമാകുന്നു എന്ന സൂചനകൾ തന്നെയാണ് നേതൃത്വം നൽകുന്നത്. മനു ഭരത്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. ഇരിക്കൂരിലും പ്രതിഷേധം ശക്തമാവുകയാണ്. മലമ്പുഴ സീറ്റ് വേണ്ടെന്ന് ഭാരതീയ നാഷണലിസ്റ്റ് ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് ജോൺ ജോൺ. പകരം എലത്തൂർ ലഭിക്കണമെന്നാവശ്യപ്പെടും. എലത്തൂർ ലഭിച്ചില്ലെങ്കിലും വിഷമമില്ല. തീരുമാനം രമേശ് ചെന്നിത്തലയെ ധരിപ്പിച്ചതായും ജോൺ ന്യൂസ് 18നോട് പറഞ്ഞു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞ എലത്തൂര് തിരിച്ചെടുത്ത് മലമ്പുഴ ഞങ്ങൾക്ക് തന്നു.
അതിലാണ് ഞങ്ങളുടെ പ്രതിഷേധം. ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുന്നു. മലമ്പുഴ സീറ്റ് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല, ഞങ്ങൾക്ക് എലത്തൂർ തന്നെ വേണം എന്നാണ് ഞങ്ങളുടെ നിർബന്ധം. 10 മിനിറ്റ് മുമ്പ് രമേശ് ചെന്നിത്തല എന്നെ വിളിച്ചിരുന്നു. ഈ വിഷയം ഞങ്ങൾ അദ്ദേഹത്തോട് അവതരിപ്പിച്ചിട്ടുമുണ്ട്. അവിടെ കോൺഗ്രസിന്റെ ഒരു 80 ആളുകൾ 80 ആളുകൾ യോഗം ചേർന്ന് പ്രമേയം പാസാക്കിയത് കണ്ട് പേടിച്ചിട്ടൊന്നുമല്ല എടുക്കാത്തത്. ആ 80 ആളിൽ 50 പേരും എല്ലാ കാലത്തും എന്റെ കയ്യിൽ നിന്ന് കൊത്തി തിന്നിട്ടുള്ള ആൾക്കാരാണ്. പാലക്കാട് ജില്ലയിലെ കോൺഗ്രസ് സീറ്റ് വിഭജനത്തിനെതിരെ AV ഗോപിനാഥ് ചില ഘടകകക്ഷികൾക്ക് ആവശ്യപ്പെടാതെ തന്നെ സീറ്റ് നൽകി. സീറ്റ് കച്ചവടം നടത്തിയെന്ന് ആരോപണമുണ്ട്. ഇക്കാര്യം ഹൈക്കമാൻഡ് അന്വേഷിക്കണം. പാർട്ടിയിൽ തുടരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ തിങ്കളാഴ്ച 3 മണിക്ക് തീരുമാനം പ്രഖ്യാപിക്കുമെന്നും ഗോപിനാഥ് പറഞ്ഞു. എല്ലാവരുടെയും പറയുന്നത് സീറ്റ് കച്ചവടം നടത്തി എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണമാണ്. ഇതിൻ്റെ അകത്ത് എന്തോ ഒരു സാമ്പത്തികമായ തിരിമറി നടന്നു എന്ന ഗുരുതരമായ ആരോപണം സാധാരണ പ്രവർത്തകരുടെ നിന്ന് താഴെ തട്ടിൽ നിന്ന് തന്നെ പാലക്കാട് ജില്ലയിൽ ഉയർന്നു വരും. ഈ ഒരു പരിതസ്ഥിതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പാലക്കാട് ജില്ലയിൽ കോൺഗ്രസ് പാർട്ടിക്ക് എങ്ങനെ കഴിയും? പ്രവർത്തകരുടെ മനസ്സിൻ്റെ അകത്തുള്ള സംശയം എങ്ങനെ ദൂരീകരിക്കാൻ കഴിയുന്നതിനെക്കുറിച്ച് ഗൗരവമായി സംസ്ഥാന നേതൃത്വം ഉൾക്കൊണ്ട് പ്രവർത്തിക്കണം. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഒരു കാര്യം ഞാൻ പറയുന്നു, ഇന്ന് ഞായറാഴ്ച തിങ്കളാഴ്ച 3 മണിക്ക് ഞാൻ എൻ്റെ നിലപാട് എന്താണെന്ന് നിങ്ങളുടെ എല്ലാവരും വിളിച്ച് ഞാൻ പറയുന്നു. കാസർഗോഡ് ജില്ലയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ കോൺഗ്രസിനകത്ത് പൊട്ടിത്തെറി. നേതൃത്വത്തോട് കൂടിയാലോചന നടത്താതെയാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയതെന്ന് ആരോപിച്ച് DCC പ്രസിഡന്റ് ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ രാജിക്കൊരുങ്ങുകയാണ്. അതേസമയം രാജ്യഭീഷണി വിലപ്പോവില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ന്യൂസ് 18നോട് പറഞ്ഞു. ഹൈക്കമാൻഡ് തീരുമാനത്തെ എതിർക്കുന്നവർ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവരാണെന്നും രാജ്മോഹൻ പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസമായി ഇത്തരത്തിൽ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ DCC പ്രസിഡന്റ് നേതൃത്വത്തിൽ വലിയ കോലാഹലങ്ങളുണ്ടാക്കിയാണ്. ഇനി ഇപ്പോൾ ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എന്താണ് ഇതെങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നതിന് മുമ്പ് ഇവിടെ ഈ സ്ഥാനാർത്ഥികളെയൊക്കെ മുൻകൂട്ടി അറിഞ്ഞ് ഇവർക്കെന്താ വല്ല അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കുണ്ടോ, അത് ജ്ഞാനദൃഷ്ടിയുണ്ടോ, 6th സെൻസ് ഉണ്ടോ, എനിക്കറിയത്തില്ല. പ്രധാനമായും ഉന്നയിക്കുന്നത് MP ആണ് ഇവിടെ സ്ഥാനാർത്ഥി നിർണ്ണയിക്കുന്നത്. DCC നേതൃത്വം അതുപോലെ തന്നെ ജില്ലാ ഭാരവാഹികളോ ആരും ഈ കാര്യങ്ങൾ അറിയുന്നില്ല എന്നാണ് അവർ വലിയ പരാതി ഉന്നയിക്കുന്നത്. അതൊക്കെ ബാലിശമായ പരാതികളാണ്. ഈ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ DCC പ്രസിഡന്റുമാരെ നിശ്ചയിക്കുമ്പോഴും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോഴും അത് പാർലമെന്റ് ആകട്ടെ അസംബ്ലി ആകട്ടെ DCC ആയിട്ടൊന്നും ആലോചിച്ചിട്ടല്ല ചെയ്യുന്നത്. രാജി ഭീഷണിയുമായി മുന്നോട്ട് വരുന്നത് അതെങ്ങനെ കാണുന്നത്? ഷാഹിദാക്കന്മാർ വരുമ്പോഴും സിദ്ദിഖ് വരുമ്പോഴും ഷാനിമോൾ ഉസ്മാൻ വരുമ്പോഴും ആര് വരുമ്പോഴും ഇവിടെ സീറ്റ് കിട്ടുന്നവനെതിരെ സീറ്റ് കിട്ടാത്തവർ സംഘടിക്കും. കഴിഞ്ഞ ദിവസം രാത്രി MPയുടെ വീട്ടിലൊരു കരിങ്കൊടി അതുപോലെ തന്നെ ഒരു ബോർഡ് ഇത്തരത്തിൽ സ്ഥാപിക്കുന്നൊരു അതിനെങ്ങനെ കാണുന്നു? എൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും അവർക്ക് അഭിപ്രായ ഉണ്ടെങ്കിൽ പകൽ ഞാൻ ഉള്ളപ്പോൾ ഒന്ന് ചെയ്യാമല്ലോ. എന്താ ഒളിച്ചും പാത്തും പതുങ്ങിയൊക്കെ ഒന്ന് രാത്രിയിൽ രാത്രിപ്പണി ചെയ്യുന്നവനൊക്കെ രാത്രീചരന്മാരാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പലയിടത്തും പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയാണ്. K ബാബുവിന് തൃപ്പൂണിത്തുറയിൽ സീറ്റ് നൽകണമെന്നാവശ്യപ്പെട്ട് എറണാകുളം ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തി. 2 DCC സെക്രട്ടറിമാർ, UDF നിയോജക മണ്ഡലം ചെയർമാൻ, 6 മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെ 500-ലധികം പേർ രാജിവെക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. കോൺഗ്രസ് വോട്ടുകൾ BJPക്ക് ചോരാതിരിക്കണമെങ്കിൽ ബാബു മത്സരിക്കണമെന്നാണ് ആവശ്യം. കഴിഞ്ഞ 2 ദിവസങ്ങളായി ശക്തമായ പ്രതിഷേധങ്ങളെല്ലാം തൃപ്പൂണിത്തുറയിൽ ഉണ്ടായിരുന്നു. ശ്രീ ബാബുവിനെ കാൻഡിഡേറ്റായി നിർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. അത് ചെവിക്കൊള്ളാതെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. അത് തീർച്ചയായും ബാബുവിനെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കുക എന്നാണ് ഞങ്ങളുടെ ഒരു പ്രധാന ആവശ്യം. പാലക്കാട് കോങ്ങോട്ടും കോൺഗ്രസിൽ പ്രതിഷേധം. ലീഗിന് സീറ്റ് വിട്ടു നൽകിയതിനെതിരെ പ്രതിഷേധ യോഗം ചേരുന്നു. 2 ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റുമാരും 9 പഞ്ചായത്ത് കമ്മിറ്റി അധ്യക്ഷന്മാരും യോഗത്തിൽ പങ്കെടുക്കുന്നു. പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങളുമായി ചേരുകയാണ്. പ്രസാദ്, കോങ്ങോട്ടും പ്രതിഷേധം ശക്തമാവുകയാണ്. ലീഗിന് സീറ്റ് വിട്ടു നൽകിയതിനെതിരെയാണ് പ്രതിഷേധ യോഗം. എന്താണ് നീക്കങ്ങൾ? ലീഗിന് ചോദിച്ച സീറ്റല്ല കോങ്ങോട് കിട്ടിയിരിക്കുന്നത് എന്നൊരു കാര്യമുണ്ട്. AV ഗോപിനാഥും ഈ വിമർശനം ഉന്നയിച്ചിരുന്നു. എന്തൊക്കെയാണ് ഈ യോഗത്തിൽ നടക്കുന്നത്? രേണുക, മലമ്പുഴയ്ക്ക് പുറമെ കോങ്ങാടും നെന്മാറയിൽ എല്ലാം തന്നെ പ്രതിഷേധം ഉണ്ടായിരുന്നു. മലമ്പുഴയിൽ ഇപ്പോൾ അവിടെ മത്സരിക്കാനില്ല എന്ന്
ഭാരതീയ നാഷണൽ ജനതാദൾ വ്യക്തമാക്കിയതോടുകൂടി അവിടുത്തെ പ്രതിഷേധം കെട്ടടങ്ങിയിട്ടുണ്ട്. എന്നാൽ മറ്റ് മണ്ഡലങ്ങളിൽ കോങ്ങാടും നെന്മാറയിലും സമാന സാഹചര്യം നിലനിൽക്കുകയാണ്. കോങ്ങാട് മുസ്ലിം ലീഗിന് സീറ്റ് വിട്ടു നൽകിയതാണ് പ്രതിഷേധത്തിന് കാരണമായിട്ടുള്ളത്. അവിടെ ബ്ലോക്ക് കോൺഗ്രസിന്റെ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ യോഗമാണ് ചേരുന്നത്. ഈ രീതിയിൽ അതായത് ലീഗിൽ നിന്നും സീറ്റ് തിരിച്ചു മേടിക്കണം, അവിടെ കോൺഗ്രസ് തന്നെ മത്സരിക്കണം എന്ന പൊതു നിലപാടാണ് പങ്കെടുത്ത മുഴുവൻ ആളുകളും പറഞ്ഞിട്ടുള്ളത്. അല്ല എങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്ന ഉൾപ്പെടെ നിന്നും വിട്ടുനിൽക്കും എന്നതും ഇവർ വ്യക്തമാക്കുന്നു. കോങ്ങാട് കോൺഗ്രസ് തന്നെയാണ് മത്സരിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ മാത്രമേ മണ്ഡലത്തിൽ വിജയ സാധ്യതയുള്ളൂ എന്നതാണ് അവരുടെ നിലപാട്. ശരി, പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ തന്നെ മത്സരിക്കുമെന്ന് ഉമ്മൻചാണ്ടി. രണ്ടാം മണ്ഡലമായി നേമത്ത് മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഉമ്മൻചാണ്ടി പക്ഷേ വ്യക്തത വരുത്തിയില്ല. പ്രവർത്തകരുടെ വൈകാരിക പ്രകടനത്തിനും നാടകീയ രംഗങ്ങൾക്കും നടുവിലാണ് ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ എത്തിയത്. ആദ്യന്തം നാടകീയ രംഗങ്ങൾ, പ്രവർത്തകന്റെ ആത്മഹത്യാ ഭീഷണി. ഡൽഹിയിൽ നിന്ന് പുതുപ്പള്ളിയിലെ കരോട്ടുവള്ളക്കാലിൽ വീട്ടിലേക്കെത്തിയ ഉമ്മൻചാണ്ടിയെ കാത്തിരുന്നത് പുതുപ്പള്ളിക്കാരുടെ വികാര പ്രകടനം. അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് പുതുപ്പള്ളിയിൽ തന്നെ മത്സരിക്കുമെന്ന് ഒടുവിൽ ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചു. ഞാൻ ഏതായാലും എൻ്റെ പേര് പുതുപ്പള്ളിയിൽ വന്നിട്ടുണ്ട്. അതേസമയം നേമത്തെക്കുറിച്ചുള്ള സസ്പെൻസ് നിലനിർത്തി. രണ്ടാം മണ്ഡലമായി നേമത്ത് മത്സരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ ഉമ്മൻചാണ്ടി തയ്യാറായില്ല. പുതുപ്പള്ളിയെ വിട്ടുപോകുന്ന പ്രശ്നമേ ഇല്ല. അതേ സമയത്ത് നമുക്ക് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഏറ്റവും ശക്തരായ ഏറ്റവും പറ്റിയ സ്ഥാനാർത്ഥികൾ ഉണ്ടാകണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. അതനുസരിച്ചുള്ള ആഗ്രഹം മാത്രമാണ് ഇന്ന് ഈ നിയമത്തെക്കുറിച്ചുള്ള വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ചൊവ്വാഴ്ച പുതുപ്പള്ളിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാണ് ഉമ്മൻചാണ്ടി ആലോചിക്കുന്നത്. ബുധനാഴ്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തും. കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ പുതിയ നാടകീയ സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന കാത്തിരിപ്പിലാണ് പുതുപ്പള്ളി. ന്യൂസ് 18 കോട്ടയം. നിയമത്തെ ചൊല്ലിയുള്ള ആശയക്കുഴപ്പങ്ങൾ മുന്നണിയുടെ പൊതു സാധ്യതയെ ബാധിക്കുമോ എന്നതിൽ കോൺഗ്രസിനകത്ത് ആശങ്ക. എതിരാളികൾ പ്രചാരണ രംഗത്ത് കളം നിറയുമ്പോൾ കാഴ്ചക്കാരാവേണ്ടി വരുന്നത് നിയമത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ മൂലമാണ് എന്നാണ് വിമർശനം. മുഖ്യ എതിരാളിയായ ഇടതുമുന്നണി സ്ഥാനാർത്ഥി നിർണയവും കൺവെൻഷനുകളും പൂർത്തിയാക്കി പ്രചരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു. കോൺഗ്രസിൽ ഇപ്പോഴും ആശയക്കുഴപ്പമാണ്. നിയമത്തെ ചൊല്ലിയുള്ള തർക്കമാണ് സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതിന് മുഖ്യ കാരണം. ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയം ഇത്രയധികം ചർച്ചയാക്കി വൈകിപ്പിക്കുന്നത് മുന്നണിയുടെ പൊതുവിലുള്ള സാധ്യതകളെ തന്നെ ബാധിക്കില്ലേ എന്നതാണ് പാർട്ടിക്കുള്ളിലെ സംശയം. നിയമത്തേക്ക് അത്രയും ആൾക്കാർ പോകേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അവിടെ ജയിക്കാൻ കഴിയും. ഒരു കാര്യം മാത്രമേ ലീഡർഷിപ്പിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ, ഐശ്വര്യ യാത്രയുടെ ഐശ്വര്യം കളയരുത്. മികച്ച സ്ഥാനാർത്ഥിയെ നിയമത്തിറക്കി BJPക്കെതിരായ പോരാട്ടത്തിൽ തങ്ങളാണ് മുൻനിരയിലെന്ന് സ്ഥാപിക്കുകയായിരുന്നു കോൺഗ്രസിന്റെ തന്ത്രം. പക്ഷേ ചർച്ചകൾ അനന്തമായി വൈകുന്നത് മുന്നണിക്കുള്ളിൽ തന്നെ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സീറ്റ് കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ഥാനാർത്ഥികൾക്ക് പോലും ഔദ്യോഗിക പ്രഖ്യാപനമാവാത്തതോടെ പ്രചരണത്തിന് ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. BJPക്കെതിരെ കോൺഗ്രസിലെ കരുത്തനെന്ന രാഷ്ട്രീയ തന്ത്രം പാളിപ്പോയിട്ടില്ലെന്ന് തെളിയിക്കാൻ പാർട്ടിക്ക് മുന്നിൽ ഏറെ വെല്ലുവിളികളുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഹരിപ്പാട് തന്നെ മത്സരിക്കും. ഹരിപ്പാട് വിട്ട് മറ്റെവിടെയും പോകില്ലെന്നും ഹരിപ്പാട് അമ്മയെ പോലെയെന്നും ഡൽഹിയിൽ നിന്നും തിരിച്ചെത്തിയ ചെന്നിത്തല പറഞ്ഞു. നേമത്ത് മത്സരിക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് ഊഹാപോഹം മാത്രമെന്നായിരുന്നു പ്രതികരണം. ഹരിപ്പാടെന്ന് പറഞ്ഞാൽ എനിക്ക് അമ്മയെ പോലെയാണ്. ജനങ്ങൾ അത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹരിപ്പാട് വിട്ടുപോകാൻ എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഹരിപ്പാട് തന്നെയാണ് മത്സരിക്കുന്നത്. നിങ്ങളെ വെയിറ്റ് ചെയ്യും, എനിക്ക് കാണാൻ പറ്റും. പ്രശ്നങ്ങൾ ഒരു തർക്കവും ഇല്ല, പ്രശ്നങ്ങളും ഇല്ല. യോജിച്ച തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ ഡൽഹിയിലെ ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക്. തീരുമാനമായ 81 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ചിലതിൽ മാറ്റമുണ്ടായേക്കും. തർക്കം തുടരുന്ന 10 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇന്ന് അന്തിമ തീരുമാനമുണ്ടാകും. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഡൽഹിയിൽ തുടരുകയാണ്. സീറ്റ് ലഭിക്കാത്തവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഡൽഹിയിൽ നിന്ന് മടങ്ങിയെത്തിയ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും നടത്തുന്നുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. തുടരുന്നു. CPI 4 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചു. നാട്ടികയിൽ ഗീതാഗോപിക്ക് സീറ്റില്ല, പകരം CC മുകുന്ദൻ സ്ഥാനാർത്ഥിയാകും. ചടയമംഗലത്ത് ചിഞ്ചുറാണിയും ഹരിപ്പാട് R സുജിലാലും പറവൂർ MT നിക്സണുമാണ് മറ്റ് സ്ഥാനാർത്ഥികൾ.
കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പി.ജെ. ജോസഫ് തൊടുപുഴയിൽ മത്സരിക്കും. കെ.എം. മാണിയുടെ മരുമകൻ എം.പി. ജോസഫാണ് തൃക്കരിപ്പൂരിൽ സ്ഥാനാർത്ഥി. ജോസഫ് എം. പുതുശ്ശേരി, സജി മഞ്ഞക്കടമ്പൻ എന്നിവർക്ക് സീറ്റ് ലഭിച്ചില്ല. സീറ്റ് നിഷേധത്തിനെതിരെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വിക്ടർ ടി തോമസ് രംഗത്ത് വന്നു. UDF അനുവദിച്ച 10 സീറ്റുകളിലെ ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥികൾ ഇവരാണ്. തൊടുപുഴ പി.ജെ. ജോസഫ്, കടുത്തുരുത്തി മോൻസ് ജോസഫ്, ഇടുക്കിയിൽ ഫ്രാൻസിസ് ജോർജ് എന്നിവർ മത്സരിക്കും. ഇരിങ്ങാലക്കുടയിൽ തോമസ് ഉണ്ണിയാടനും കോതമംഗലത്ത് ഷിബു തെക്കുംപുറവും സ്ഥാനാർത്ഥികളാവും. കുട്ടനാട് അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം, ചങ്ങനാശ്ശേരി VJ ലാലി, ഏറ്റുമാനൂർ പ്രിൻസ് ലൂക്കോസ്, തിരുവല്ല കുഞ്ഞുകോശി പോൾ, തൃക്കരിപ്പൂർ കെ.എം. മാണിയുടെ മരുമകൻ എം.പി. ജോസഫ് എന്നിവർ സ്ഥാനാർത്ഥികൾ. ഏറ്റുമാനൂരിൽ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്ന സജി മഞ്ഞക്കടമ്പനും തിരുവല്ലയിൽ വിക്ടർ ടി തോമസിനും ജോസഫ് എം. പുതുശ്ശേരിക്കും സീറ്റില്ല. സീറ്റ് നിഷേധത്തിനെതിരെ വിക്ടർ ടി തോമസ് കടുത്ത പ്രതിഷേധമുയർത്തിക്കഴിഞ്ഞു. ഈ പാർട്ടിയിൽ കഷ്ടപ്പെടുക, പ്രവർത്തിക്കുക, സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവരെ ആ സമയങ്ങളിൽ അംഗീകരിക്കാൻ ഈ പാർട്ടി പലപ്പോഴും തയ്യാറായിട്ടില്ല. അതിനകത്ത് ഇടയ്ക്ക് വന്ന് പുതുശ്ശേരി നിന്നാലും വിക്ടർ നിന്നാലും നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെയും കാലുവാരും എന്നൊരു കാരണം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ആരോടും ഒരു ചർച്ച ചെയ്തിട്ടില്ല. സജി മഞ്ഞക്കടമ്പിന് UDF കോട്ടയം ജില്ലാ ചെയർമാൻ സ്ഥാനം നൽകി പരാതി പരിഹരിക്കാനാണ് നീക്കം. ചങ്ങനാശ്ശേരിയിൽ CF തോമസിന്റെ സഹോദരൻ സാജൻ ഫ്രാൻസിസിനും സീറ്റ് ലഭിച്ചില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നാലെ മുസ്ലിം ലീഗിൽ പരക്കെ വിമർശനം. KP മജീദിനെ തിരൂരങ്ങാടിയിൽ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ പാണക്കാട്ടെത്തി. എടപ്പാൾ മാണൂരിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് CP ബാവ ഹാജിക്ക് സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ തെരുവിലിറങ്ങി. നൂർബിന റഷീദിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ കോഴിക്കോട് സൌത്തിലും പ്രതിഷേധമുയർന്നു. കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്തും സുരേഷ് ഗോപി തൃശൂരും BJP സ്ഥാനാർത്ഥികളായേക്കും. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം വൈകിട്ട് 6 മണിക്ക് ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, JP നദ്ദ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com സന്ദർശിക്കുക.